9 കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ KPJS പ്രവർത്തകർക്ക് രേഷ്മ തിരോധാന കേസ് കേന്ദ്ര ഏജൻസി CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്വേഷണം. അതിൽ ഫലമായി കോടതിയുടെ വിധി പ്രകാരം കേരള ഹൈക്കോടതി രേഷ്മ കേസ് അന്വേഷിക്കുകയും തുടർന്നുള്ള കാര്യങ്ങൾ കേരള ഹൈക്കോടതി കേസ് അന്വേഷിക്കുകയും ചെയ്തു. ഇതിലുള്ള കോടതി വിധികളും KPJSന്റെ തുടർ സമരങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ പ്രസ് ക്ലബ്ബിൽ യോഗം ചേർന്നിട്ടുള്ളത്. യോഗത്തിലേക്ക് എത്തിച്ചേർന്നത് KPJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സുനിൽകുമാർ സാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപി കട്ടിപ്പാറ അവർ, രേഷ്മയുടെ പിതാവായ രാമൻ MC, പിന്നെ KPJSന്റെ മഹിളാ ജനറൽ സെക്രട്ടറി പുഷ്പ ഹരികൃഷ്ണൻ, KPJSന്റെ യൂത്ത് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി തുടർന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും കൃഷിമാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തു. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി സംഘടനാ ജനറൽ സെക്രട്ടറി എം സുനിൽകുമാർ അവരെ ക്ഷണിച്ചു. ഹോസ്പിറ്റൽ താലൂക്കിലെ എണ്ണപ്പാറ മയാനം ആദിവാസി യൂത്തിലെ രേഷ്മ എന്ന 19-കാരി വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായിട്ട് 11 വർഷം പിന്നിടുകയാണ്. കഴിഞ്ഞ 11 വർഷമായി കേരള പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്താതെ കേസന്വേഷണം ഇടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കേരള സ്റ്റേറ്റ് പട്ടിക ജനസ്മാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 29-ാം തീയതി കേസന്വേഷണം CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. ആ ഉപരോധ സമരത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ രേഷ്മയുടെ അമ്മ ഒരു habeas corpus ഹർജി ഫയൽ ചെയ്യും. ആ ഹർജിയിൽ കോടതിയുടെ ഇടക്കാല വിധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ കേസിൽ ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യലിനും ബിജു പൗലോസ് എന്ന് പറയുന്ന പ്രതിയോ അയാളുടെ അമ്മയായിട്ടുള്ള ഏലിയമ്മയോ കേരള പോലീസിന്റെ ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യൽ വിധേയമായിട്ടില്ല. പോലീസുമായി പ്രതികൾക്കുണ്ടായ അവിശുദ്ധ ബന്ധത്തിന്റെ ഫലമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് പോലീസുമായി ചേർന്ന് പ്രതികൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് പോലീസിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഹൈക്കോടതിയുടെ മുൻകൂർ ഉത്തരവ് പോലീസിന്റെ സഹായത്തോടെ പ്രതികൾ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായി കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ കേസ് പോലീസ് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ പ്രതികൾ സംരക്ഷിക്കപ്പെടുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് habeas corpus ഹർജിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബിജു പൗലോസിന് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് വിധേയരാവാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ബിജു പൗലോസിനെ ചോദ്യം ചെയ്യാൻ കോടതി വിധി വന്നതിന് ശേഷവും പോലീസ് തയ്യാറാവുന്നില്ല. ഇത് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള പോലീസിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് പ്രതികൾക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്നത്. ഈ നില തുടർന്നാൽ രേഷ്മയുടെ തിരോധാന കേസ് ഒരു കാരണവശാലും വെളിച്ചം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് കേരള പോലീസിന്റെ ഇന്നത്തെ ഈ അന്വേഷണ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനുവരി 2-ാം വാരം ഈ കേസ് അന്വേഷിക്കുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക്
പട്ടിക ജനസമാജത്തിന്റെ യുവജന മഹിളാ വിഭാഗം മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന കേസിൽ, ഇത് കാസർഗോഡ് മാത്രമല്ല എല്ലാ ജില്ലയിലും പട്ടിക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന കേസിൽ സംഭവങ്ങളിൽ പോലീസിന്റെ അന്വേഷണം ഫലപ്രദമാവുന്നില്ല. ഈ ഒരു പരാതി കേരളത്തിലെ എല്ലാ മേഖലയിൽ നിന്നും വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അട്ടപ്പാടിയിലായാലും കണ്ണൂരായാലും കാസർഗോഡായാലും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു രീതി പോലീസ് സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് കേരളം പട്ടിക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടാത്ത നമ്പർ 1 ആണ് എന്ന് പറയാം. ബോധപൂർവം കേരള ആഭ്യന്തര വകുപ്പ് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഫലപ്രദമായ അന്വേഷണങ്ങൾ ഇല്ലാതെ പോകുന്നത്. മാത്രമല്ല, ഇരകൾ നീതി കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് നിലവിലുള്ള നീതി അത് പൂർണ്ണമായും പട്ടിക വിഭാഗങ്ങൾക്ക് നിഷേധിക്കുന്ന സാഹചര്യം ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കുകയാണ്. രേഷ്മ തിരോധാന കേസ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 6 വർഷക്കാലത്തെ പരിധി കാലയളവിൽ ഇടതുപക്ഷത്തിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയുണ്ടായി. 11 വർഷം പിന്നിട്ടപ്പോൾ കഴിഞ്ഞ UDF ഭരണത്തില് 5 വർഷം ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു UDFന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ്. ഇപ്പോ 11 വർഷമായി LDFന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസ് അന്വേഷിക്കുകയാണ്. പക്ഷേ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ 2 കൂട്ടർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കേസിൽ കാലങ്ങളുള്ള പ്രമുഖരായ ചില സ്ഥാപനങ്ങളും വ്യക്തികളും ഈ തിരോധാനത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ള ആരോപണം തുടക്കം മുതൽ തന്നെ 10 വർഷം മുമ്പ് തന്നെ രേഷ്മ മിസ്സായ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അത്തരമൊരു അന്വേഷണത്തിന് പോലീസ് മുതിരാത്തതാണ് ഈ കേസ് അനന്തമായി നീണ്ടുപോകാനുള്ള കാര്യം. ഈ സാഹചര്യത്തിൽ പട്ടിക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന കേസിൽ നീതിയുക്തമായി അന്വേഷണം നടത്താൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിന്റെ പരിധിയിൽ കൂടി ഈ കേസ് കൊണ്ടുവരേണ്ടതാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഈ നിലയിൽ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി നീതി നിഷേധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ കേസ് CBIക്ക് വിടുന്നതാണ് ഉചിതം എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ നിലയിലുള്ള ഒരു ശ്രമം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാൻ സംഘടന പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ്, അതിന്റെ മുന്നോടിയായി കൂടിയാണ് ഹേബിയസ് കോർപ്പസ് ഹർജി ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതിയെ മുഖവിലക്കെടുത്തുകൊണ്ട് പോലീസ് പ്രവർത്തിക്കുന്നില്ല എന്ന് വെച്ചാൽ സ്വാഭാവികമായും നീതിന്യായ വ്യവസ്ഥയോട് നമ്മുടെ സർക്കാരിന്, ജനാധിപത്യ ഗവൺമെന്റിന് അവർ വെച്ചു പുലർത്തുന്ന മനോഭാവമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഇപ്പോ വളരെ സെൻസേഷനായി CBI അന്വേഷിക്കുന്ന ഒരു കേസിൽ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പുല്ലൂർ പെരിയ ഭാഗത്തുള്ള കോൺഗ്രസിന്റെ 2 പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസില് CBI പ്രതികളെ അറസ്റ്റ് ചെയ്ത സാഹചര്യം മുമ്പിലുണ്ട്. ആ കേസുകളിലെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി പ്രതികളാവുന്ന കേസുകളിൽ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ പ്രതികളെ ബുക്ക് ചെയ്യുന്ന കാര്യത്തിലോ കേസ് അന്വേഷണം നേരെ
കൊണ്ടുപോകുന്നല്ലോ. കേരള പോലീസ് കാണിക്കുന്ന ഈ നയം നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ അത് തന്നെയാണ് രേഷ്മ കേസിലും കാണുന്നത്. ഇതിന്റെ അകത്ത് രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് വേറെ രീതിയിൽ പരിശോധിക്കേണ്ടതാണെങ്കിലും ഒരു ആദിവാസി പെൺകുട്ടി കഴിഞ്ഞ 11 വർഷമായി കാണാതായിട്ട് പ്രതികൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലും തടയപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, സാമൂഹ്യ രീതി ഇവിടെ പോലീസ് അവലംബിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തോടും നമ്മുടെ നീതിന്യായ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അതുകൊണ്ട് ഈ സംഭവത്തിൽ വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുള്ള ശക്തമായ ആവശ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരേണ്ടതാണ്. പത്രമാധ്യമ പ്രവർത്തകര് വളരെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നവരാണ്. അവര് ഈ ഇത്തരം സംഭവം വളരെ ദുർബലമായി നിൽക്കുന്ന, വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, സാമൂഹികമായി മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു ആദിവാസി പെൺകുട്ടിയുടെ തിരോധാനം നമുക്ക് അറിയാം. നമ്മുടെ എല്ലാവരും വീട്ടിലും പെൺകുട്ടികളുള്ളതാണ്. ഇപ്പോൾ പല രീതിയിലും പെൺകുട്ടികൾ വശീകരിക്കപ്പെടുകയും അവര് മിസ്സാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടി മിസ്സായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ഒറ്റ വിചാരിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളുടെയും ഇവിടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്തുണ ഇതിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒന്നാം ഘട്ട സമരത്തിന്റെ തുടർച്ചാർന്ന നിലയിൽ രേഷ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനുവരി 2-ാം തീയതി 2-ാം വാരത്തിൽ നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് പരമാവധി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയാൻ കൂടിയാണ് ഞങ്ങൾ ഈ പൊതുസമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായം കിട്ടുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാഞ്ഞങ്ങാട് ഉന്നതന്മാരുടെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോ, വ്യവസായ അവരൊക്കെ രാഷ്ട്രീയ പാർട്ടിയായി ബന്ധമുള്ള ആൾക്കാരാണോ? തീർച്ചയായും അവരൊക്കെ രാഷ്ട്രീയ പാർട്ടിയായി ബന്ധമുള്ളവരാണ്. കോടതി വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. കാഞ്ഞങ്ങാടുള്ള ഒരു ഉന്നത വക്കീൽ, അഡ്വക്കേറ്റ് ഇതിന്റെ പുറകിൽ രേഷ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് വന്നിട്ടുണ്ട്. അത് കോടതി മുമ്പാകെ തിരോധാനം